സഹൃദരായ കലാസ്നേഹികളെ, 2 മാസങ്ങൾക്ക് മുമ്പ് എപ്പിംഗ് കോഫി ഷോപ്പിലെ ഒരു സായാഹ്നം. എടാ ബാസി, ഈ വാട്സപ്പ് അത് ശരിയല്ല. ഞാൻ ലീവാകും പരിപാടിക്കുന്നു. മോനെ ശശി, കഴിഞ്ഞല്ല ഫേസ്ബുക്കിനെ കുറിച്ച് നീ തന്നെയാ പറഞ്ഞത്. ഈ ആഴ്ച കോളിംഗ് കൊണ്ട് ജയിക്കുമായിരിക്കും. നീ മിണ്ടാതിരിക്കണ്ട, ചുമ്മാ പ്രാന്ത് പറയാതെ. എടാ രമേശ, നമ്മളെ ഗോപി വിളിച്ചിരുന്നു. മഞ്ഞപ്ര ഗോപി. ഏത് ഗോപി? മഞ്ഞപ്ര ഗോപിടാ, ഓണക്കമ്മിറ്റി. ഓ ഈ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സ്കിറ്റ് ചെയ്യാൻ പറ്റുമോ, ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാ. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ പേര് പറഞ്ഞു. വെറുതെ അല്ല ചങ്ങ എന്നെ വിളിച്ചു, നീ അപ്പൊ എനിക്കിട്ട് വെച്ചല്ലേ. ഞാൻ പറഞ്ഞ് രമേശനാണ് ഇതിന്റെ ഒക്കെ ആള്, മോൻപ്രാവശ്യം സംഭവം ഉഷാറാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നൊന്ന് വിളിച്ചോക്കാൻ വേണ്ടി പറഞ്ഞു. വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ ശശിനെ വിളിക്കാൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു. അല്ല പിന്നെ ശശിനെ വിളിക്കായിരിക്കും. പിന്നെ ഹലോ, ശശി ഹിയർ. ഹലോ, അതെടാ, എന്താടാ ഗോപി? ഞാൻ വിളിച്ചത് മറ്റേ നമ്മുടെ ഓണ പരിപാടിയൊക്കെ എടുത്താലേ. നമുക്ക് ഉഷാറാക്കണ്ടേ? അതിന്റെ കമ്മിറ്റിയിലും കാര്യ പരിപാടികളിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് എല്ലാവരും കൂടി ഉഷാറാക്കി ഒന്ന് പരിപാടികൾ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കണം. അപ്പൊ നീ നിന്റെ മറ്റേ കൂട്ടുകാരെ എല്ലാവരെയും കുറിച്ച് ഒരു പരിപാടി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ചെയ്യാൻ നോക്കാം. നിനക്ക് കാണണം നമ്മളെ. അത് കുഴപ്പമില്ല, നീ പരിപാടി ആദ്യം നടത്തുക, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. വിളിച്ചത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓണം ഒഫീഷ്യലായിട്ട് വിളിക്കാൻ വിളിച്ചതാ. താങ്ക് യു. എന്നാണ് ഓണം ഒഫീഷ്യൽ? പൈസ ഞാൻ ആദ്യം അയച്ചിട്ടുണ്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം അയച്ചിട്ടുണ്ട്. നീ എന്റെ പേര് നീ അല്ലല്ല. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.
അങ്ങനെ മഞ്ഞപ്ര ഗോപിയുടെയും മറ്റ് കമ്മിറ്റിക്കാരുടെയും തുടർച്ചയായ നിർബന്ധത്തിന് വഴങ്ങി സ്ഥലത്തെ പ്രമുഖ കലാകാരന്മാരായ വാലാൻ ശശി, എപ്പിംഗ് ബാസി, മേണ്ട രമേശൻ, ഗ്രീൻവേൽ ഗോപാലൻ, വള്ളേട്ട് ദിനേശൻ എന്നിവർ ചേർന്ന് വളരെ കാലത്തെ കഠിന പ്രയത്നത്തിന് ശേഷം ശ്രേഷ്ഠമായ ഒരു സ്കിറ്റ് തയ്യാറാക്കി നാടകം അരങ്ങേറുകയായി. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം, ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ നാം ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു തുടങ്ങി നരനടനം മനമുരളി ഗാനം അതിലലിയും രാഗം. ഒച്ചുണ്ടാകലേ കറക്റ്റ് നിക്ക് എടാ പതുക്കെ നിക്ക്, അതൊക്കെ ഓഫർ മേടിച്ച് കീറിപ്പോവും. പതുക്കെ സഹൃദരായ കലാസ്നേഹിതരെ, മെൽബൺ ആഗ്ര തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ നാടകം മിക്കവാറും ഇത് അവസാനത്തെയുമാകും. നാടകത്തിന്റെ പേര് അറിയാത്ത പണിക്ക് പോകരുത്. അടി അയ്യോ എടാ, എന്നെ അടിക്കാനാണ് പറഞ്ഞത്. ജാസ് അടിക്കാൻ, ജാസ്. നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക്. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ ജീവിക്കാൻ കൊതിയുള്ളവരോ ആയി നമ്മുടെ കഥയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല. ഇനി അഥവാ അങ്ങനെ തോന്നിയാൽ നമുക്കൊന്നും പറയാനില്ലേ? ഈ കഥയിലെ പ്രധാന കലാകാരന്മാർ 4 പേർ. അവർ 4 പേരിൽ 2 പേർക്ക് ഓൺകോളും 2 പേർക്ക് ഓവർ ടൈം ഉള്ളത് കാരണം ഇന്നത്തെ നാടകം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് നാടകം എന്തെന്നറിയാത്ത, ഇതുവരെ ഒരു നാടകം പോലും കണ്ടിട്ടില്ലാത്ത സ്ഥലത്തെ പേര് കേട്ട പ്രമുഖരെ തപ്പിയെടുത്ത് അത്യാവശ്യം ചില ഡയലോഗുകളൊക്കെ പഠിപ്പിച്ച് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിലെ ഗതാഗതം, ഗാനങ്ങൾ കലാഭവൻ എപ്പിംഗ് ഭാസി. ഈ നാടകത്തിന്റെ ആശയം ഗ്രീൻവേൽ ഗോപാലൻ. നാടകത്തിന്റെ നിർമ്മാണം, തിരക്കഥ മെറണ്ട രമേശൻ. നാടകത്തിന്റെ ചമയം, അവതരണം വോളറ്റ് ദിനേശൻ. ഈ നാടകത്തിന്റെ സംവിധാനം, കഥ, സ്റ്റണ്ട്, സംഗീത സംവിധാനം, അങ്ങനെ തുടങ്ങി ബാക്കി എല്ലാ അൽക്കുലത്ത് സംഭവങ്ങളും നോക്കി നടത്തുന്നത് നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ കണ്ണിലുണ്ണിയായ ശ്രീ 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 വാളൻ ശശി. നാടകം കഴിഞ്ഞാൽ ദയവായി അഭിനന്ദിക്കാൻ തിടുക്കം കൂട്ടരുത്. എല്ലാവർക്കും അതിനുള്ള അവസരം അനുവദിക്കുന്നതാണ്. നാടകം ആരംഭിക്കുകയായി. മുതലാളി ഗവൺമെന്റ് എടാ ഇങ്ങോട്ടല്ല, അങ്ങോട്ട് പോ. ഓ എടാ അങ്ങോട്ടല്ല, മൈക്കെടുത്ത് ഇവര് നാടകം കൊളാക്കുന്നു പോലെ. മൈക്കെടുത്ത് പുഞ്ചിരിക്കുന്നു. മുതലാളി പുഞ്ചിരിക്കുന്നു. ഓ പഴമൂഞ്ചി ചിരിയിരിക്കാനല്ല പറഞ്ഞ, അട്ടഹസിക്കാൻ.
എടാ ആട്ടയല്ല, അട്ടഹസിക്കാൻ. അതെങ്ങനെയാ? ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇരിക്കും. അങ്ങനെ മുതലാളി വിലാത്തുന്നു. എന്താ മുതലാളി വിലാത്തുന്നു. വളർത്താനാ? ഓ ഈടാ മുതലാളി വിലാത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. വാക്കിങ്. പുവർ കൺട്രി ഫെലോ, അങ്ങനെ പറഞ്ഞൂടെ? ഓ ഇതിന് ഈ നാടകം ഒന്ന് കൊളാക്കുന്ന തോന്നണ. ഒരു സ്റ്റില്ല് എന്റെ അവന്റെ. ഓ എടാ കണ്ട ടൂളേഴ്സിനെയൊക്കെ ആയിട്ട് നാടകം പഠിപ്പിക്കാൻ എന്നെ വേണം തല്ലാൻ. മകളെവിടെ? മകള് പറ്റ. അവള് വീട്ടിലാ, വന്നില്ല. നിന്നോടാണ് മിണ്ടായിരിക്കണ. മകള് പറ്റ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ആരാണ് നീ? ഞാൻ മുതലാളി. എടാ നീ അവളോട് ചോദിക്ക. ആരാണ് നീ? ചോദിക്ക. ആരാണ് നീ? രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം പറ. 3 വട്ടം രക്ഷിക്കണം മുതലാളി. എടി പെണ്ണുമ്പോൾ അങ്ങനെയാണല്ലോ. 3 പ്രാവശ്യം രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 പ്രാവശ്യം പറ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. എന്ത് രക്ഷിക്കാൻ? ഇന്ന് രാവിലെ കൃത്യം 11:45 എന്റെ വയറ്റിൽ കിടക്കുന്ന രാജ്മോൻ. എന്റെ വയറ്റിൽ കിടക്കുന്ന രാജ്മോൻ 2255 എന്നോട് ചോദിച്ചു അവന്റെ അച്ഛൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു നിന്റെ അച്ഛൻ ഇയാളാണ്. അയ്യോ ഇയാളല്ല, ഇങ്ങോട്ട് മാറി നിൽക്കുന്ന ഈ മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. എന്താ ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. ഓ എടാ ആവേശത്തിന് പറ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. ഓ മുദ്രാവാക്യം വിളിക്കാനല്ല, ശബ്ദം കുറച്ച് പറ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. മാന്യന്മാരെ ആക്ഷേപിക്കുന്നത്. മാന്യന്മാരെ ആക്ഷേപിക്കുന്നത്. എടാ കഷ്ടത്തിന്റെ ഷാ. മാന്യന്മാരെ കഷ്ടത്തിന്റെ ഷാ പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. ഓ ഇവര് നാടൻ കൊളാക്കും. നീ ഇതൊരു ഫാഷൻ അല്ലടി. നിനക്കിതൊരു ഫാഷൻ അല്ലടി. ആ നിലാവുള്ള രാത്രിയിൽ നിന്നെയും കാത്ത് ഞാൻ ആ മാവി ചുവട്ടിൽ നിൽക്കുമ്പോൾ തലയിൽ മുല്ലപ്പൂവും ചൂടി നീ ഓടി വന്ന ഓർമ്മയുണ്ടോ? ആരും കാണാതെ. ഇനിയിപ്പോ എല്ലാരും കാണുന്നുണ്ട്. ആരും എവിടെ? എന്റെ ഭാര്യയും മോനൊക്കെ കാണുന്നുണ്ട്. അയ്യോ അച്ഛനോടെ അച്ഛൻ പറ്റേ. ഓ നീയാണല്ല. ഓ ഇവന് ഈ നാടൻ കൊളാകും. അച്ഛൻ പറ്റേ. മുതലാളി ഞാൻ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഞാൻ ആൽഫ്രഡ് വിൽഫ്രഡ്. ഓ നാടകം കൊളാക്കുന്നു. ദിനേശൻ. ഞാൻ ദിനേശൻ, താമരയുടെ അച്ഛനാണ് ഞാൻ. അച്ഛനാണത്രേ അച്ഛൻ. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? നിങ്ങളുടെ മകളല്ലേ അച്ഛനെ അന്വേഷിച്ച് നടക്കുന്നത്? താമര അന്വേഷിക്കുന്നത് അവരുടെ വയറ്റിൽ വളരുന്ന രാജ്മോന്റെ അച്ഛനെയാണ്, എന്നെയല്ല. പണ്ട് ഈ എസ്റ്റേറ്റിൽ 3 മാസം ജോലി ചെയ്തിരുന്ന അവൾ വീട്ടിൽ വന്നു കയറിയത് 6 മാസം ഗർഭിണിയായിട്ടാണ്.
മുതലാളി മൊത്തം പുച്ഛം. ഓ അവിടെ മുതലാളി മൊത്തം ഇങ്ങനെ. മുതലാളി അട്ടഹസിക്കുന്നു, മുതലാളി അട്ടഹസിക്കുന്നു. അങ്ങനെ എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് നിന്ന് അട്ടഹസിക്കുന്നവിടെ ദുഷ്ട, നിന്ന് അത്തള പിത്തള കഷ്ട, കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. ഓ മുതലാളിയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കാൻ ചാടി വീഴുന്നു, ചാടി വീഴുന്നു, ചാടുന്നു, വീഴുന്നു. ഓ മുതലാളിയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കാൻ, മുതലാളിയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കാൻ. തോക്ക് 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 തോക്ക്. അതല്ല, തോക്കെടുത്ത് വെടിവെക്കാൻ, വെടിവെക്കാൻ. വീഴുന്നു വീഴുന്നു വീഴുന്നു. ഓ നീ തന്നെ മരിച്ചു, നീ തന്നെയാണ് ചാവണേ. അച്ഛൻ വീട്ടെ, അച്ഛൻ വീട്ടെ, അച്ഛൻ വീട്ടെ. ചേട്ടൻ 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 വാ, ചേട്ടൻ വാ. നീ തന്നെയാണ് എല്ലാം അല്ലേ? ചേട്ടൻ പറ്റേ, ചേട്ടൻ പറ്റേ. ഓ നീ എന്ന് രായപ്പിന് പഠിക്കണോ? വേഗം പാടുക. ഒന്നും അറിയാത്ത എന്റെ പൊന്നു പെങ്ങളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ് അത് ചോദിക്കാൻ വന്ന എന്റെ പൊന്നച്ഛനെ കൊല്ലുകയും ചെയ്ത ദുഷ്ട, നീ നശിച്ചു പോണു. വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന. അയ്യോ എവിടെ പോയി എന്റെ അച്ഛൻ? എന്റെ പെങ്ങളെവിടെ? പെങ്ങളെ താമരേ, നിന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നിന്നെ ഒരു ഗർഭിണിയായി കാണണമെന്നുള്ളത്. ഓ എടാ ഗർഭിണി, സോറി. കുടുംബിനിയായി. നിന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നിന്നെ ഒരു കുടുംബിനിയായി കാണണമെന്നുള്ളത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേട്ടാ? നിനക്ക് ഞാനുണ്ട് താമരേ. ഓ നാടകം കോളായെന്ന് തോന്നുന്നത്. ഒരു സംശയം, ഇതാണോ അതോ ഇതാണോ ഗർഭപത്രം? ഒന്ന് പോരാ നിങ്ങൾ.